ശ്രീജിത്ത് രവി എപ്പോ മലേഷ്യയിൽ? ഞാൻ ഇന്നലെ നൈറ്റ് എത്തി. എപ്പോ എത്തി? ഞാൻ ഇപ്പോൾ 2 ദിവസമായി. എന്തൊക്കെ പഠിച്ചു മലേഷ്യ വന്നിട്ട്? മലേഷ്യ വന്നിട്ട് സത്യത്തിൽ മലേഷ്യൻ ഭാഷ ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ഈ എയർ എന്ന് അവസാനിക്കുന്ന എന്തോ അക്ഷരം എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. അപ്പൊ എയർ എന്ന് അവസാനിക്കുമ്പോൾ നമുക്ക് ഓർമ്മ പെട്ടെന്ന് വരിക BAR ആണ്. പക്ഷെ അതല്ല, അത് നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ അത് എന്താ ക്വെലവാറോ അങ്ങനെ എന്തോ ഒരു സാധനം, പുറത്തേക്കുള്ള വഴി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഷാൻ കണ്ടോ, ഇതാണ് ഈ അണ്ടർഗ്രൗണ്ട് പാസേജ് എന്നൊക്കെ പറയുന്ന സാധനം. മാവേലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെ ഒരു അണ്ടർഗ്രൗണ്ട് എനിക്ക് ശ്രീജിനെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സൈമ അവാർഡ്സിൽ ശ്രീജിന് ഇപ്പൊ നോമിനേഷൻ കിട്ടിയിരിക്കുന്നത് ഞാൻ പറയാം അതെങ്ങനെ ശ്രീജിത്ത് രവി എന്നുള്ള ഒരു ആക്ടറിന്റെ കംപ്ലീറ്റ് പേഴ്സോണ ചേഞ്ച് ആയിരുന്നു അല്ലെ, മേക്ക് ഓവർ ആയിരുന്നു. അതെങ്ങനെ ചെയ്ത്? സത്യത്തിൽ രഞ്ജിത്തേട്ടനെയും ജയസൂര്യയും സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്നെ പോലത്തെ ഒരാൾക്ക് ഈ സ്ഥിരമായിട്ട് ബലാത്സംഗങ്ങളും അത്യാവശ്യം സ്ത്രീകളെ ഉപദ്രവിക്കലും ഡ്രഗ് ട്രാഫിക്കിങ്ങും പരിപാടികളൊക്കെ നടന്നിരുന്ന എന്നെ പിടിച്ചിട്ട് ഇതുപോലത്തെ ഒരു അഭയകുമാറാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ധൈര്യത്തിന് തന്നെ ഞാൻ ആദ്യം ഈ അവാർഡ് അവർക്കാണ് കൊടുക്കുന്നത്. സത്യം ശരിയാണല്ലോ, സരോജ് കുമാർ കഴിഞ്ഞാൽ പിന്നെ മലയാളത്തിലുള്ള കുമാറാണ് അഭയകുമാർ. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, ആ ഒരു ഫേസ് എങ്ങനെയാണ്, ആ അഭയകുമാർ എങ്ങനെയാണ് അതിനെ തുത്തുമ്പിടെ ആ ഒരു വിഷമം ഒന്ന് കാണിച്ചു തരൂ മുതലാളി. തൃശ്ശൂരും സിനിമയും തമ്മിൽ എന്താ ഓഡിയൻസ് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം? ആ സ്ലാങ് അറിയില്ല, എനിക്ക് തോന്നുന്നു അത് ബേസിക്കലി അതിനുള്ള ഉത്തരം തൃശ്ശൂർ സ്ലാങ്ങിൽ മാത്രം പറയണം. നമ്മളെ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് ഇത്. നമ്മുടെ പ്രാഞ്ചേട്ടനാണെങ്കിലും തൃശ്ശൂർ ഭാഷയിലും സംസാരിച്ച, നമ്മുടെ ജോയേട്ടനും തൃശ്ശൂർ ഭാഷയിൽ സംസാരിച്ചു. ഇപ്പൊ നമ്മുടെ ഡാവ് പൃഥ്വിരാജ് ആളും തൃശ്ശൂർ ഭാഷയിൽ കളിക്കുന്നത് കേട്ടാ. പയ്യൻ എങ്ങനെയുണ്ട്? പയ്യൻ കുഴപ്പമില്ല കേട്ടോ. ഡാവ് വളർന്നു വരട്ടെ, ശരിയാവും. Hey guys, I'm performing at Saima. It's a medley of Tamil, Telugu and Malayalam. So do stay tuned in and watch the performance. Johnny, you are my cunning money. Johnny, money, Johnny. Why you won't plenty money? Papa, bharanam vendappa. Idu New York life vendappa. We are New York boys, Papa. Sorry, Papa. ഇവിടെ ഒരു മുരുകൻ ടെമ്പിൾ ഉണ്ട്. ആ മുരുകൻ ടെമ്പിളിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മലമുകളിലാണ് ആ ക്ഷേത്രം ഉള്ളത്. ബാത്ത് കേഫ് എന്നാണ് അതിനെ ഇവർ വിളിക്കുന്നത് ആ സ്ഥലത്തിന്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മുരുകന്റെ പ്രതിമയാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. 32.7 മീറ്റർ ടു ബി പ്രിസൈസ്. അതാണ് ഇതിൻ്റെ ഉയരം. ഈ പ്രതിമയ്ക്ക് പുറകിൽ ഒരു വലിയ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് ഒരുപാട് പഴക്കമുണ്ട്. This is 2014 Micromax Saima powered by AskMe.com and Havells. ഹായ് ലക്ഷ്മി, വണക്കം. സൗഖ്യമാ ഇരിക്കീங்களா? എന്താ തമിഴിലൊക്കെ സംസാരിക്കണേ? ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് വല്ലോ കാര്യമുണ്ടോ? ലക്ഷ്മിനെ മലയാളം സിനിമയിൽ അധികം കാണാൻ കിട്ടാറില്ലല്ലോ, എല്ലാം തമിഴല്ലേ. അതുകൊണ്ടാണ് വിളിക്കാത്തോണ്ട്. ഐ ഹോപ്പ് ഇനി നമുക്ക് മലയാളത്തിൽ കുറെ സിനിമകൾ കാണാൻ കിട്ടുമോ? ഇനിയിപ്പം എന്താണ് പ്ലാൻസ്? ഇപ്പൊ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ തമിഴ് തന്നെയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്തൊക്കെ പറഞ്ഞാലും തമിഴിന് തന്നെ ആയിരിക്കും. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ ഓഡിയൻസ് ആണ് എന്നെ അക്സെപ്റ്റ് ചെയ്തത്, നോട്ട് ചെയ്തതൊക്കെ അവരാണ്. എനിക്ക് നല്ല മൂവി മലയാളത്തിൽ നിന്ന് വരികയാണെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും ചെയ്യും. ലക്ഷ്മി ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ നമ്മൾ ഹോംലി, വളരെ ട്രഡീഷണൽ ആയിട്ടാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. തമിഴ് എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഗ്ലാമറസ് ഇൻഡസ്ട്രി അല്ലേ? അങ്ങനെ എന്താണ് ലക്ഷ്മി മേനോൻ ചെയ്യാൻ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഇഷ്ടമാണ് ഗ്ലാമറസ് ചെയ്യാനൊക്കെ, കുഴപ്പമില്ല. ബിപാഷ അല്ലെങ്കിൽ ഇപ്പൊ നയൻതാര അവരൊക്കെ ഒരു മിനി സ്കേർട്ടൊക്കെ ഇട്ടാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാം. അപ്പോൾ സൂപ്പർ.
അടിപൊളി കൊള്ളാന്ന് പറയും. ഇപ്പം ഭയങ്കര തടിച്ചൊക്കെ ഞാനൊക്കെ പോയി ഇട്ട് തടിയോ? ആ തടി, എനിക്ക് തടിയുണ്ട് ശരിക്കും വേണം, അത് ഇപ്പൊ തോന്നാതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണ്ടേ, ഓക്കെ കണ്ണാടി പോകുമ്പോൾ നമുക്ക് കൊള്ളാം, നമുക്ക് തന്നെ കൊള്ളാന്ന് പറഞ്ഞാലേ ആൾക്കാർക്കും അത്. നമ്മൾ തന്നെ അയ്യെന്ന് പറയുമ്പോൾ ഒരു എന്താ ആ ഒരു കോൺഫിഡൻസ് വരുന്നവരെ എനിക്കൊരു കുഴപ്പമുള്ളൂ. ആ ഒരു ഇത് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, അതിനുവേണ്ടി ട്രൈ ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും. അതാവുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നേക്കാം. ഈ ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗോസിപ്സ് കേൾക്കാൻ നമുക്ക് വഴിയുണ്ട്. എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് എന്ത് ഇഷ്ടമാണെന്നൊരു ഗോസിപ്പ്, ഭയങ്കര ഇഷ്ടമാണ്. ഗോസിപ്പ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് വലിയ ആക്ടേഴ്സിൻ്റെ എന്താ ഗോസിപ്പ്, ആ ഗോസിപ്പ് കേൾക്കാൻ കാണാൻ എന്താ വായിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ കുറെ മാഗസീൻസ് ഒക്കെ എടുത്ത് നോക്കും. ഞങ്ങളിപ്പം ലൈബ്രറി എനിക്ക് അല്ല, എന്നോട് തന്നെ ചോദിച്ചവരുണ്ട് എന്താ ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ വെച്ചിട്ടുണ്ട്. ഇപ്പം ഗോസിപ്പ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പൈസ കൊടുത്ത് ചെയ്യുന്ന ആർട്ടിസ്റ്റ് വരെ ഉണ്ടാവും. കാരണം അതാണ് കാര്യം. തന്നെത്താൻ ഒരു ഗോസിപ്പ് ഇതുപോലെ തന്നെ കാശ് കൊടുത്ത് ഇറക്കണമെങ്കിൽ എന്തായിരിക്കും ആ ഗോസിപ്പ്? എന്തായിരിക്കും? ഞാൻ 1 crore അല്ല 2 crore ഒക്കെ വാങ്ങിക്കുന്നു മൂവിക്ക്, ചോദിക്കുന്നു, പൈസ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു. അതായിരിക്കും ഞാൻ. അപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ടർ കണ്ടിട്ട് പറയൂല, ആൾക്കാർ പറയും 1 crore വാങ്ങിക്കുന്ന ആളാണ്. അത് തന്നെയായിരിക്കും ഞാൻ പറഞ്ഞിറങ്ങുന്നത്. ഓക്കെ, സോ ഏതായാലും ഇനി സൈമനെ കുറിച്ച് സംസാരിക്കാം. ലക്ഷ്മി, ഇത് ഫസ്റ്റ് ടൈം അല്ല, ഇത് കഴിഞ്ഞ കൊല്ലം സൈമയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഈ കൊല്ലത്തെ സൈമയുടെ ഒരു എക്സ്പെക്ടേഷൻസ്? സൈമ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ്സ്, അപ്പൊ തന്നെ അറിയാം, ആ പേരിൽ തന്നെയുണ്ട്. എല്ലാവരെയും ഇത് സൈമ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആക്ടേഴ്സിനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടില്ല, ആരെയും കാണാറുമില്ല. ഇങ്ങനത്തെ ഓരോ അവാർഡ് ഫംഗ്ഷൻസ് ഇങ്ങനത്തെ നമുക്ക് ഒരുക്കി തരുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പോലും കാത്തിരുന്നിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഒരുപാട് പേരുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ ഞാൻ കാണാൻ പോവാണ്, അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പോവാണ്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ശരിക്കും ഉണ്ട്. ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട്, പറയുന്നില്ല എന്ന് പറയണം. ആരുടെ കൂടെയാണ് ഡ്രീം ആയിട്ട് അഭിനയിക്കാൻ? പറഞ്ഞാലല്ലേ ഡയറക്ടേഴ്സ് കേൾക്കുള്ളൂ, പ്രൊഡ്യൂസേഴ്സ് കേൾക്കുള്ളൂ, അപ്പം കാസ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടർ ആരാ? എനിക്ക് സൂര്യ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കാർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം കാർത്തിയുടെ കൂടെ ഞാൻ അഭിനയിച്ചു, അപ്പം എനിക്കത് ഓക്കെ, അതൊരു ഇഷ്ടം എനിക്കിതായി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിംബു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിംബു ഏതായാലും എത്തുന്നുണ്ട്. എനിക്കറിയില്ല, ഹി ഈസ് കമ്മിങ്. എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നത് എന്താണെന്നറിയോ? മലേഷ്യയിലെ ഏറ്റവും വലിയ കൊട്ടാരം, അല്ലെങ്കിൽ ഈ നാട്ടിലെ രാജാവ് താമസിക്കുന്ന പാലസ്, ദ കിങ്സ് പാലസ്. സിനിമയുടെ രാജാവ് എന്ന് പറഞ്ഞാൽ അത് ഹോളിവുഡ് തന്നെയാണ്. ഞാൻ സൈമയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ഒരു ഡയറക്ടറിനെ പരിചയപ്പെടുത്താൻ പോവാണ്. ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ ലീ. കം ഓൺ ലീ. പയ്യൻ ചെറുതാണ്, പക്ഷേ he is Mr. Lee, Hollywood director. How you doing? How you doing? Hey, how are you doing? Good to meet you. Good to meet you. Huh? Good to meet you. Good to meet you. Good to meet you. Yeah, good to meet you. Well, അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് വിഷമിക്കും. എന്നാലും how is Saima? Saima was really interesting experience. It's my first time here in Malaysia and my first time at my first events going to the movies, showing. I met with directors, producer, and actor and actress, and I can say it's really great show. It's like 3 hour long, but it keep you entertaining, you know. It's really entertaining and keep you interesting. ഹലോ ചേച്ചി, അവിടെ കീർത്തിയുടെ ഡാൻസ് റിഹേഴ്സൽ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇവിടെ ഇരുന്ന് റിഹേഴ്സൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മോളുടെ ഒരു
മോള് ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോഴേക്കും ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോലും ഇതുവരെ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഈ സൈമ അവാർഡിന് വേണ്ടിയിട്ട് മോള് റിഹേഴ്സലൊന്നും സമയം കിട്ടില്ലായിരുന്നു. വിജയിന്റെ പടത്തിന്റെ ഷൂട്ടായിരുന്നു. അപ്പം ഇന്ന് ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്നും പറഞ്ഞപ്പം ഇങ്ങനെ കാണുകയാണ് ഞാൻ. ബിക്കോസ് ഞാൻ കൊച്ചിലവള് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ കോളേജിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. മോളുടെ ഡാൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? ഒരു മിനിറ്റ്, ഞാൻ പിന്നെ വിളിക്കാം. മനസ്സിലായി? മനസ്സിലായി. എന്താണ് പറഞ്ഞത്? സത്യം പറയണം. പെൺകുട്ടിയോടല്ലേ സംസാരിച്ചു? അതെ, ഏതോ പെണ്ണോടല്ലേ? അതെ, മനസ്സിലായത്. ദൃശ്യം കഴിഞ്ഞപ്പോ ഇത്തരം ഫോൺ വിളികളൊക്കെ കൂടിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. ദൃശ്യം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൂടി. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ദൃശ്യം കഴിഞ്ഞപ്പോൾ ഈ സംസാരിക്കുന്നതിന്റെ ടൈം കുറച്ച്. എങ്ങനെയാണ് ഈ പെൺകുട്ടികളോട്, ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് പിന്നെ പെൺകുട്ടികളോട് പഞ്ചാര അടിക്കും, ഇതൊക്കെ ശരിയാ? അതൊന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറയാനുള്ള ഇതൊന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം അതൊന്നും പിന്നെ പുറത്ത് കേൾക്കുന്ന കഥകളൊന്നും സത്യമാവണമെന്നില്ലല്ലോ. എനിക്ക് എന്റെ കാര്യങ്ങളെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സംസാരിക്കാറുണ്ട്, സംസാരിക്കും കുറെ കാര്യങ്ങളൊക്കെ. 2 ടിപ്പ് പറഞ്ഞു. ടിപ്പ് അങ്ങനൊന്നുമില്ല. നമ്മള് ഉള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയാം, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പെരുമാറുക. അപ്പൊ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ സഹായിച്ചു കൊടുക്കുക. അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളോട് ഒരു താല്പര്യം തോന്നും. അതാണ് പിന്നെ എന്തായാലും തോന്നും, താല്പര്യം തോന്നും. അങ്ങനെ രൂപം, ഷേപ്പ്, ആകൃതി, ഭംഗി ഒന്നും ഒരു അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ അവരോട് എത്രത്തോളം സ്നേഹത്തോടെ നമ്മൾ അങ്ങോട്ട് അവരോട് അപ്രോച്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് അവർക്കൊരു സ്നേഹം നമ്മളോട് ഉണ്ടാവുക. നമ്പർ എനിക്കും തരും. നമ്പർ തരില്ല, എന്റെ ഭാര്യയുടെ നമ്പർ. അവളോട് സംസാരിച്ചോണ്ടിരുന്നത്. എന്റെ ഭാര്യയുടെ നമ്പർ തന്നിട്ടാണ് നീ ഇനി അവളെ വിളിച്ചിട്ട് അല്ല ഞാൻ സംസാരിക്കുന്നത് പിന്നെ സൂക്ഷിച്ചോളൂ കേട്ടോ. തനിച്ച് മലേഷ്യയിൽ ചുറ്റാനുള്ള ഉദ്ദേശമാണ്. ആറാം തമ്പുരാൻ റീമേക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒന്നും കൂടെ ശ്രമിച്ചേ. അന്ന് തമ്പുരാൻ ആരായിരിക്കും? ഞാൻ നിന്നെ പ്രേമിക്കുന്നു. One question challenge. ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം പറയൂ. ധൈര്യമുണ്ടെങ്കിൽ ഉത്തരം പറയണം, സത്യമേ പറയാവൂ. Saima Awards, rocking Malaysia.